തൃശൂർ ചാവക്കാട് വഖഫ് നോട്ടീസ് ലഭിച്ച 60ഓളം കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട ചാവക്കാട് പാലയൂർ ഫെറോനയിലെ പള്ളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആനന്ദ് പുതൂർ കൂടി ചേരുന്നു. ആനന്ദ്, പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അനു, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നുള്ള പേരിൽ തൃശൂർ ചാവക്കാട് മേഖലയിൽ ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് അയച്ചിരുന്നത്. ഈ 10 ഏക്കറോളം ഭൂമി തിരിച്ചുപിടിക്കുകയാണ് പൊതുവെ വഖഫ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിരുന്നത്. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്, JK മാർബിളിന് പടിഞ്ഞാറ്, തങ്ങൾപടി, പാലയൂർ, ചക്കങ്കണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചില കുടുംബങ്ങളിലേക്ക് ഇത്തരത്തിൽ വഖഫ് പ്രതികൾ നേരിട്ട് എത്തി കാര്യങ്ങൾ പറഞ്ഞതായും നമ്മൾ കഴിഞ്ഞ ദിവസമായി ഈ വീടുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിനെതിരെ അതേ സമയത്ത് തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഇത് നടപടി കടുപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിയത് ഈ അടുത്താണ്. ഈ മേഖലയിൽ ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പാലയൂർ ഫെറോനയുടെ കീഴിലുള്ള വിവിധ പള്ളികളിലെ വിശ്വാസികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിന്റെ കരിനിയമത്തിനെതിരെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് നൂറുകണക്കിന് വിശ്വാസികളാണ് അത്തരത്തിൽ ഈ നോട്ടീസ് ലഭിച്ച കുടുംബങ്ങൾക്ക് ഒരു പിന്തുണയായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചട്ടങ്ങളും നിയമങ്ങളും രാജ്യത്തിന്റെ സമാധാനം തകർക്കാനുള്ള ആയുധമല്ല എന്നടക്കമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ കുടുംബങ്ങൾ, അതായത് ഈ വിശ്വാസികൾ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നീതി കിട്ടും വരെ സമരം തുടരും, വഖഫ് അവകാശവാദം ഉപേക്ഷിക്കുക എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ സംഘടനകൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തായാലും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഈ പ്രതിഷേധ റാലി നടക്കും. അതിനുശേഷം ചാവക്കാട് സെന്ററിലായിരിക്കും പൊതുയോഗം ഉണ്ടാവുക. ഈ സമാപനത്തിന്റെ പൊതുയോഗം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ ഒരു പ്രതിഷേധ റാലി ആരംഭിക്കും. അനു, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് തൃശൂർ ചാവക്കാട് നിന്നാണ്. ആനന്ദ് തുടരുക. എന്തായാലും ഈ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ ചാവക്കാട് 60ഓളം കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ താലൂക്കിലെ വിവിധ ഇടങ്ങളിലുള്ള ഈ ഭൂമി തിരികെ പിടിക്കാനുള്ള നോട്ടീസ്, അത് തങ്ങൾ 50 കൊല്ലത്തിൽ അല്ലെങ്കിൽ 50 വർഷത്തിലേറെയായി താമസിക്കുന്ന മണ്ണ് അത് വിട്ടു നൽകേണ്ടി വരുന്ന ഒരു ജനതയാണ് ഇപ്പോൾ കിടപ്പാടം കാത്ത് സംരക്ഷിക്കാനായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരോടൊപ്പം നിൽക്കുകയാണ് വിവിധ സംഘടനകളും ഒക്കെ. ഇപ്പോൾ കാണുന്നത് പാലയൂർ ഫെറോനയിലെ പള്ളികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം ആരംഭിക്കാൻ പോകുന്ന കാഴ്ച. അത് റാലിയുണ്ട്, അതിനുശേഷം ഒരു പൊതുസമ്മേളനം കൂടിയുണ്ട്. എന്തായാലും ഈ കുടുംബങ്ങൾ അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഒക്കെ ഇന്ന് നടക്കുന്നതും. ഇതേ സമയത്ത് ഇത് തൃശ്ശൂരിലെ ദൃശ്യമാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ കൊച്ചിയിലും അവിടെ പ്രതിഷേധ ജ്വാല അരങ്ങേറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ മുനമ്പത്ത് മനുഷ്യച്ചങ്ങല അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമ്മൾ പക്ഷേ ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ ചാവക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. എന്തായാലും ആനന്ദ്, ഇവിടെയും അധികൃതർ മൗനം പാലിക്കുകയാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഏതാനും ദിവസങ്ങളായി ഈ വാർത്ത വന്നിട്ട് ഇവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇവർക്ക് ഒരു ഉറപ്പും നൽകാനായി അവിടെ പ്രാദേശിക ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും അനു, അത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ മുനമ്പം മാതൃകയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ചാവക്കാട് മേഖലയിൽ ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ള 60ഓളം കുടുംബങ്ങൾ. 60 എന്ന് പറയുന്ന സംഖ്യകൾ മറികടക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കുടുംബങ്ങൾ അതിന് ശേഷവും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഭരണകൂടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികളൊന്നും ആ തലത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള പരാതി തുടക്കം മുതൽ തന്നെയുണ്ട്. ആ പരാതിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടലുകൾ
എടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവുന്നില്ലെന്നൊരു ആക്ഷേപം ശക്തമാണ്. ഒരുപക്ഷെ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. പല മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. പലരും ഇത്തരത്തിൽ ഈ വഖഫ് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കുരുക്കിലേക്ക്, അതായത് ഈ ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് പലരും ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത്. വിവാഹ ആവശ്യത്തിനും മക്കളുടെ പഠനത്തിനും ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി ചെലവടക്കുന്നതിന് വേണ്ടി ഭാഗമായൊക്കെ ഇത്തരത്തിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടി ബാങ്കിലേക്ക് ചെല്ലുമ്പോഴാണ് പല ആളുകളും ഇത്തരത്തിൽ തങ്ങളുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞ് ഞെട്ടുന്നത്. പല കുടുംബങ്ങൾക്ക് നോട്ടീസ് നേരിട്ട് വന്നിട്ടുണ്ട്. പല കുടുംബങ്ങളും ആ സമയത്താണ് അറിയുന്നത്. പക്ഷേ ചില ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ഈ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷിക്കുന്ന ഭാഗമായിട്ടാണ് ഇത് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് ചില കുടുംബങ്ങളുടെ വളരെ വേദന നിറഞ്ഞ കഥ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ പറഞ്ഞതാണ്. അതിലൊരു കുടുംബം എന്ന് പറയുന്നത് 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. 10 സെന്റ് ഭൂമി മാത്രം, അതും പണം കൊടുത്ത് വാങ്ങിയ എല്ലാ രേഖകളും ഉണ്ടായി. അത്തരത്തിൽ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോഴാണ് അത്തരത്തിൽ ഈ ഒരു ലോൺ, ഈ ഭൂമി വഖഫ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ആ കണ്ണീരും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതുപോലെ നിരവധി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ചാവക്കാട് മേഖലയിലും ഈ ഒരു പ്രതിസന്ധിയിൽ വന്നിരിക്കുന്നത്. ജീവനും ജീവിതത്തിനും സംരക്ഷണം വേണം എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ ഈ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. വിലപ്പെട്ട അവകാശവാദങ്ങൾക്കെതിരെയുള്ള ഒരു സമരം എന്നുള്ള ഒരു ലേബൽ തന്നെയാണ് പൊതുവെ മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഈ ചാവക്കാട് മേഖലയിലും ഈ പ്രതിഷേധം ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം BJPയുടെ നേതാക്കൾ, ചാവക്കാട് BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുനമ്പം മാതൃകയിൽ തന്നെ സമരം ഇവിടെയും ചാവക്കാടും സംഘടിപ്പിക്കും എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ച ഒരു കുടുംബങ്ങൾക്ക് പോലും കുടിയിറങ്ങേണ്ട ആവശ്യം വരില്ല. അതിന് തങ്ങൾ അനുവദിക്കില്ല. അവരെ സംരക്ഷിച്ചുകൊണ്ടും അവരുടെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടും മുൻപിൽ തന്നെ ഉണ്ടാവുമെന്ന് BJP സമരത്തിനെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്കുമായി പിന്തുണയായി വന്നിരുന്നു. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രതിഷേധ റാലി ഇവിടെ നിന്ന് ചാവക്കാട് ഈ ഫറോന കീഴിലുള്ള പള്ളിയിലെ എല്ലാ പള്ളികളിലും കൂടിയിട്ടുള്ള ഒരു പ്രതിഷേധ റാലി അല്പസമയത്തിന് മുമ്പ് തന്നെ ഇത് ആരംഭിക്കും. ഇതിനുശേഷം ചാവക്കാട് സെൻട്രലാണ് ഇതിൻ്റെ ഒരു പൊതുയോഗം വെക്കുന്നത്. ആ പൊതുയോഗത്തിൽ തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലായിരിക്കും ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു റാലി, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ്, വിശ്വാസികളാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരിതബാധിതരായ ആളുകളെ ഈ നോട്ടീസ് ലഭിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഈ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരു പിന്തുണയുമായി കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും വഖഫ് ബോർഡിന്റെ കരിനിയമത്തിനെതിരെ എന്നുള്ള ഒരു ബാനർ തന്നെയാണ് ഈ പാലൂർ ഫെറോന ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അനു.